എത്രത്തോളം മര്യാദയുണ്ട് നിനക്ക്? എത്രത്തോളം താഴം തരം? നീ ഒരു സ്ത്രീയാണോ? നീ ഒരു പെണ്ണാണോ? എത്രയോ പിള്ളേര്, എത്രയോ പൊടി പിള്ളേരെ പാറയിലെറിഞ്ഞ് കടലിലെറിഞ്ഞൊക്കെ എത്രയോ അമ്മമാര് കൊല്ലുന്നു. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് 4 പേര് അറിഞ്ഞ് കല്യാണം കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ കൊച്ചിനെ നോക്കുന്നത്. അല്ലാതെ നിന്നെ കൂട്ട് ഭർത്താവും മക്കളും ഇല്ലാഞ്ഞിട്ട് നെറ്റിയിൽ സിന്ദൂരം ഇട്ട് കണ്ടോരെ മൊത്തം എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നവരെ എല്ലാവരെയും കണ്ണുകടി. ഹലോ, അനാമിക വിഷ്ണു നമ്മുടെ ജീവമത ഓർഫനേജിലെ അതിൻ്റെ ഓണറിൻ്റെ മകൻ്റെ ഭാര്യ. അവർക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ യൂട്യൂബ് ചാനൽ അധികം അവരിടുന്നത് ഫാമിലി ബ്ലോഗ്, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ആക്റ്റീവായിട്ട് പോകുന്ന ഒരു ഫാമിലി. ഇപ്പം ഇങ്ങനൊരു വീഡിയോ വരാനുള്ള കാരണം അത് ഇവർക്ക് മാത്രമല്ല, എൻ്റെ കമൻറ്റ് ബോക്സിലും ഈ സ്ത്രീ ഒരു തവണ വന്നിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ അനാമികയുടെ കമൻറ്റ് ബോക്സിൽ വന്നൊരു കമൻ്റ് ഉണ്ട്. കമൻ്റ് ഇങ്ങനെയാണ്: പിഴച്ചു നടന്ന നിൻ്റെ കൊച്ചല്ലേ, അതും ലോക പിഴച്ച ജന്മമായിരിക്കും. ആ കൊച്ചിനെങ്ങാണ്ട് ചെറിയ കൊച്ച് 6-7 മാസമായിട്ടുള്ള ചെറിയ കൊച്ചിനെയാണ് ഈ രീതിയിൽ ഈ പിഴച്ച തള്ള പറഞ്ഞേക്കുന്നത്. ഈ തള്ളയ്ക്ക് എന്തിൻ്റെ പ്രശ്നമാണെന്ന് അറിയാൻ പാടില്ല. തള്ളയ്ക്ക് മാന്യമായിട്ട് അല്ലെങ്കിൽ നല്ല കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ തള്ളയ്ക്ക് അങ്ങ് പിടിക്കത്തില്ല. തള്ളയ്ക്ക് അപ്പം തുടങ്ങും എവിടെ നിന്നൊക്കെയോ ഉള്ള ചൊറിച്ചൽ. അപ്പം അവരുടെ കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് തള്ളയ്ക്ക് കമൻ്റ് ഇട്ടില്ലെങ്കിൽ തൃപ്തിയാവത്തില്ല. ഈ തള്ളേനെ അന്വേഷിച്ചു പോയ കുറേ ആൾക്കാരുണ്ട്. അപ്പം ഈ തള്ളയുടെ ഒരു ഇതുണ്ട്, എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ. എൻ്റെ പൊന്ന തള്ള, നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ ആദ്യം മാറ്റ്. അക്കൗണ്ടും തുടങ്ങി വെച്ചില്ല, അതിൽ തൻ്റെ ഫോട്ടോയും എടുത്ത് വെച്ചിട്ട് എല്ലാ കമൻറ്റ് ബോക്സിലും പോയിട്ട് അങ്ങ് അപരാധിക്കരുത്, മനസ്സിലായോ? ഏതെങ്കിലും ആൾക്കാരുടെ കയ്യിൽ നിന്ന് എവിടെന്നെങ്കിലൊക്കെ ചെവിക്കല്ല് വെച്ച് നിങ്ങൾക്ക് പൊട്ടും. നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടും നന്നായിട്ട് ഇതുപോലെ ഒരു വൃത്തികേട് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ അതിന് റിയാക്ട് ചെയ്യാതിരുന്നത്, നിങ്ങളന്ന് ആ കമൻറ്റിൽ പറഞ്ഞൊരു വേർഡുണ്ട്, ഇപ്പം ഈ കൊച്ചിനെ പറഞ്ഞ പോലെ പിഴച്ചുണ്ടായതെന്നുള്ളത്. നിങ്ങളങ്ങനെ ഉണ്ടായതാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പിന്നെ അതിന് റിയാക്ട് ചെയ്യാത്തത്. നിങ്ങളുണ്ടായ പോലെയാണ് ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഉണ്ടായതെന്നുള്ള വിചാരം ഉണ്ടല്ലോ, ആ വിചാരം നിങ്ങൾ ആദ്യം നിർത്തണം തള്ളെ. അല്ലെങ്കിൽ തള്ളയ്ക്ക് എവിടെ നിന്നൊക്കെ പണി കിട്ടും എന്നുള്ളത് തള്ള പോലും അറിയത്തില്ല, മനസ്സിലായോ? എൻ്റെയോ ഈ അനാമികയുടെയോ കമൻറ്റ് ബോക്സിൻ്റെ മാത്രം പ്രശ്നമല്ല. ഈ തള്ളയ്ക്ക് ഫാമിലി ബ്ലോഗേഴ്സിനെ കാണുമ്പോൾ വല്ലാത്തൊരു പ്രശ്നമാണ്. അവരെല്ലാ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അമ്മാതിരി വൃത്തികേട്, ഒരുമാതിരി മനുഷ്യനിങ്ങനെ വാക്കുകൊണ്ട് ഇങ്ങനെ അറപ്പ് വരുത്തിക്കുക എന്ന് പറയത്തില്ലേ, ആ രീതിയിൽ ഈ തള്ള പ്രസംഗിക്കും, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വയ്ക്കും. എവിടെ നിന്ന് കിട്ടുന്നോ എന്തോ ഇതിനൊക്കെ ഇതെങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ വേറൊരു വീഡിയോയിൽ ഇവർ വന്നിട്ട് കമൻ്റ് ഇട്ടൊരു കാര്യമാണ് ഈ ദീപ്തി സീതത്തോട്, വ്യഭിചരിച്ച് നടക്കുന്ന ദീപ്തി സീതത്തോട്. അതും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നതാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ വയ്ക്കാം വേണമെങ്കിൽ. ഈ തള്ളയ്ക്ക് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ട്. അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. വീട്ടുകാർ വല്ലതും കാണുന്നുണ്ടെങ്കിൽ ഇതിനെ വല്ല മെൻ്റൽ ആശുപത്രിയിലും കൊണ്ടിട്ട്. ഇവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ്. ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ണിമോളുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വന്നൊരു കമൻറ്റ് ഞാൻ വായിക്കാം. പിഴച്ചു നടന്ന നിന്റെ കൊച്ചല്ലേ, അതും ലോക പിഴ ജന്മമായിരിക്കും. പിഴച്ചു നടന്ന നിന്റെ കൊച്ചല്ലേ, അതും ലോക പിഴ ജന്മമായിരിക്കും എന്ന് റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഒരു പെണ്ണുപുള്ള ഇട്ട മെസ്സേജാണ്. അവരെ പെണ്ണുപുള്ളയെ നല്ല വിളിക്കേണ്ട, അതിനപ്പുറമാണ് വിളിക്കേണ്ടത്. പക്ഷെ എൻ്റെ ഒത്തിരി പ്രായത്തിന് മൂത്തോണ്ട് ഞാൻ കുറച്ചെങ്കിലും റെസ്പെക്ട് ചെയ്യുന്നു. നിന്റെ അത്ര തഴന്താരുന്നവളല്ലാത്തോണ്ട് ഞാനത് വിളിക്കുന്നില്ല. പിന്നെ നിങ്ങളിപ്പോ ഇട്ട് ഈ കമന്റിന് എനിക്ക് തിരിച്ച് മറുപടി തരാൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ല. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിന്റെ മക്കളോ നിന്റെ ഭർത്താവോ നിന്നെ അറിയാവുന്നവരോ ഈ ഒരു വീഡിയോ കാണണം, അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. കണ്ടിട്ടും കാര്യമൊന്നുമില്ല. ഈ സ്വാതന്ത്ര്യം വട്ടാണെന്നുള്ളത് ആ വീട്ടുകാർക്ക് അറിയാവുന്നതുകൊണ്ട് അഴിച്ചു വിട്ടേക്കുക ഭ്രാന്തിന്. വീട്ടുകാർക്ക് വയ്യ ഇതിനൊക്കെ ഏറ്റെടുക്കാൻ. അതുകൊണ്ട് ഇതിനെ വട്ടാണെന്ന് അറിയാവുന്നതുകൊണ്ട് നാട്ടുകാരാണേലും വീട്ടുകാരാണേലും അഴിച്ചങ്ങ് വിട്ടേക്കുക. അതുകൊണ്ട് കണ്ടിട്ടും കാര്യമൊന്നുമില്ല കൊച്ചേ. ഈ വീഡിയോ ചെയ്തിടുമ്പോഴത്തേക്ക് ഒത്തിരി പേര് വന്നിട്ട് പറയുമായിരിക്കും, അയ്യോ എന്തൊരു അഹങ്കാരമായി കൊച്ചിന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചേക്കുവാണ് എന്നൊക്കെ പറയുന്നവർ പറഞ്ഞു. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ പറയുന്നവരെ കാര്യമാക്കണ്ട, അവരുടെ തലയ്ക്ക് ഓളാണെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി. സ്വന്തം കുഞ്ഞാണ്, അതിപ്പോൾ എങ്ങനെയോ ആയിക്കോട്ടെ, കുഞ്ഞാണത് സ്വന്തം. അതിനെ പറയുമ്പോൾ ആർക്കാണെങ്കിലും പൊള്ളും.
പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. നിങ്ങളെ വീട്ടിൽ നിങ്ങളെ മക്കളുണ്ട്, ആ ജനിച്ച കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിച്ചിട്ട് വേണം അഹങ്കാരമാണ് അത് എന്ന് പറഞ്ഞ് കമന്റ് ഇടാൻ. പിന്നെ എടി റാണി പി സദാശിവൻ എന്ന് പറയുന്ന ആന്റി, എന്റെ പുന്നാര ആന്റി, ആരാണ് പിഴച്ചതെന്ന് നീ ഈ കമന്റ് ഇട്ടപ്പോ തന്നെ എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. നിന്റെ കൂടെ ഭർത്താവോ മക്കളോ ഇല്ലാത്തതിന്റെ അത് തന്നെയാണ് ഞാനിപ്പോൾ അന്തസ്സായിട്ട് എൻ്റെ കെട്ടിയവനൊപ്പത്ത് എൻ്റെ കൊച്ചു എൻ്റെ കെട്ടിയവൻ്റെ വീട്ടുകാരും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ടുള്ള അസൂയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എൻ്റെ പൊന്ന് പെങ്ങളെ, ഈ മുതലിന് ഫാമിലിയൊക്കെ ഉണ്ട്. ഫാമിലി ഉണ്ടായിട്ടും അവർ അഴിച്ചു വിട്ടേക്കുവാ. ഞാൻ പറഞ്ഞില്ലേ, ഇതിന് പ്രാന്താണെന്ന് ആ ഫാമിലിക്ക് അറിയാം. അതുകൊണ്ട് അവർ അഴിച്ചു വിട്ടേക്കുവാ. ഇതിനെ പിടിച്ചു വെച്ചിട്ട് എന്തിനാണ് ഞങ്ങളും കൂടെ നാറുന്നതെന്ന് വിചാരിച്ചിട്ട് ആ ഫാമിലി അഴിച്ചങ്ങ് വിട്ടേക്കുവാ. എങ്ങോട്ടാന്ന് വെച്ചാൽ പോയി പടാതടക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. പറ്റുവാണെങ്കിൽ ഈ തള്ളയുടെ ആ അക്കൗണ്ടും മറ്റേ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഇതൊക്കെ ഒന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് പൂട്ടിക്ക് പ്ലീസ്. വയ്യ, അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിനും പോയിട്ട് ഇവരിങ്ങനെ കമൻ്റ് ഇടും. എൻ്റെ അടുത്തും വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അമ്മാതിരി ഒരു വൃത്തികെട്ട തള്ള. അല്ലാണ്ട് ഇപ്പം ഞാൻ എന്ത് പറയാനാ. ശരി എന്നാൽ.